ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ മെഷീനിസ്റ്റ് ആണെങ്കിലും ടർണർ ആണെങ്കിലും, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ആണെങ്കിലും ടർണർ ആണെങ്കിലും അവിടെയെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഡ്രില്ലിങ്ങിനെ കുറിച്ചും ഡ്രില്ലിംഗ് മെഷീനുകളെ കുറിച്ചും അതേപോലെ തന്നെ ഡ്രിൽ ബിറ്റുകളെ കുറിച്ചും ഡ്രിൽ ബിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ടേംസുകളെ കുറിച്ചിട്ട് ഡ്രിൽ ബിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പേരുകളെ കുറിച്ചും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു ഭാഗങ്ങളിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളൊരു ഡ്രിൽ ചെയ്യാണ്. അപ്പൊ ഈ ചിത്രത്തിൽ ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹോള് നിർമ്മിക്കുകയാണ്. ഇതൊരു ഹോള് നിർമ്മിക്കുകയാണ്. പല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ആ ഹോള് കൃത്യമായിട്ട് നിർമ്മിക്കപ്പെടാതെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ഹോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡയമീറ്ററിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഹോളിന്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള റഫ്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹോൾ ചെയ്താൽ പോലും ആ ഹോള് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കയറിയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഡ്രിൽ ബിറ്റ് അമിതമായിട്ട് ചൂടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഡ്രിൽ ബിറ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെയുള്ള പല പല കാരണങ്ങൾ, അല്ലെങ്കിൽ പല പല ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിലബസിൽ അത് എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ഒന്നും അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഭാഗമൊന്നുമല്ല. ഈ ഭാഗങ്ങളിൽ അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും സിലബസിൽ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ഇത് പഠിക്കാതെ നിർവാഹമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കുന്ന ആദ്യത്തെ ഓവർ സൈസ്ഡ് ഹോൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഓവർ സൈസ്ഡ് ഹോള് ആവാം, അല്ലെങ്കിൽ അമിതമായിട്ട് ഈ ഡ്രിൽ ബിറ്റ് ചൂടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് തകരാറുകൾ നമ്മൾ ഈ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഹോള് നിർമ്മിക്കുന്നു. നമ്മൾ ഈ ഹോള് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 10 mm തന്നെ കിട്ടണം, അല്ലെ? പക്ഷെ നമ്മൾ ഡ്രിൽ ഉപയോഗിച്ച് ചിലപ്പോൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കൂടിയ ഹോളൊക്കെ ആയിരിക്കും കിട്ടുക. അതിന്റെ കാരണം എന്താണ്? അതേപോലെ അമിതമായിട്ട് ഈ ഡ്രിൽ ബിറ്റ് ചിലപ്പോൾ ചൂടാവാനുള്ള സാധ്യത. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഈ ഹോള് ഭയങ്കര റഫാണ്, ഉൾഭാഗം ഭയങ്കര റഫായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ കാരണം എന്താണ്? അതേപോലെ ചിപ്പുകൾ കൃത്യമായിട്ട് പുറത്തേക്ക് തെറിച്ചു വരുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അതേപോലെ ഡ്രില്ല് പൊട്ടിപ്പോവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണ്? അങ്ങനെയുള്ള ഈ 5 കാരണങ്ങൾ, അല്ലെങ്കിൽ 5 പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം കൂളന്റും, അതിനുശേഷം നമ്മളെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഓവർ സൈസ്ഡ് ഹോള് നിർമ്മിക്കപ്പെടാനുള്ള കാരണം. ദ അൺഈക്വൽ ലെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. നോക്കിയേ, ഇത് അവിടെ കട്ടിംഗ് എഡ്ജ് കണ്ടോ? കട്ടിംഗ് എഡ്ജ് നോക്കി, ഒരു എഡ്ജ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു എഡ്ജ് നീളം കുറച്ച് കുറവാണ്. അതായത് അൺഈക്വൽ ലിപ്പ് ലെങ്ത് അഥവാ അൺഈക്വൽ കട്ടിംഗ് ലെങ്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടും, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടും, അതിന് രണ്ടിനും നീളം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, രണ്ടും രണ്ട് രീതിയിലാണുള്ളത്, അല്ലെ? രണ്ടും രണ്ട് രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് പറയും അൺഈക്വൽ ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജിന്റെ നീളം. കട്ടിംഗ് എഡ്ജ് രണ്ടും ഒരേപോലെ തുല്യമായിട്ടായിരിക്കണം ഉള്ളത്. അത് രണ്ടും രണ്ട് നീളമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സൈസിലല്ല നമുക്ക് ഹോള് നിർമ്മിക്കപ്പെടുക. അതേപോലെ അൺഈക്വൽ ആംഗിൾ ഓഫ് ദ കട്ടിംഗ് എഡ്ജ്, ഇവിടെ വളരെ കൃത്യമാണ്. നമ്മൾ ഇതേപോലെ അൺഈക്വൽ ലെങ്ത്തും ഇതിന്റെ കാരണം കൊണ്ട് തന്നെ എന്തുണ്ടാവാം? നമ്മുടെ ഈ ആംഗിളിലും എന്തുണ്ടാവാം? വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ ആംഗിളും കട്ടിംഗ് എഡ്ജിന്റെ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്തും ഒന്നും ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്, തുല്യമല്ലാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഓവർ സൈസ്ഡ് ഹോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അൺഈക്വൽ തിന്നിങ് ഓഫ് പോയിന്റ്, ഈ പോയിന്റിൽ അമിതമായിട്ട് തേയ്മാനമൊക്കെ വന്നാലും ഇതേപോലെ എന്തുണ്ടാവും? നമ്മളുടെ ഈ സൈസിൽ വ്യത്യാസം വരികയും നമ്മൾ ഉദ്ദേശിച്ച സൈസിലേക്ക് ഡ്രില്ല് കിട്ടാതെ വരികയും ചെയ്യും. അതേപോലെ അടുത്ത് നോക്കിയത് സ്പിൻഡിൽ റണ്ണിങ് ഔട്ട് ഓഫ് സെന്റർ. നമ്മള് സാധാരണഗതിയിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? ഇതേപോലെ ഒരു പഞ്ച് ചെയ്യും. നമ്മുടെ ഒരു മെറ്റൽ പീസിന്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇവിടെ സെന്ററിൽ നമ്മൾ ഒരു പഞ്ച് ചെയ്യാറുണ്ട്, അല്ലെ? ചെയ്യാറില്ലേ? അത് ഏത് പഞ്ച് ഉപയോഗിച്ചിട്ടാ ചെയ്യാം? സെന്റർ പഞ്ച് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പഞ്ച് നമ്മൾ ചെയ്യുന്നത്? ഡ്രില്ലിങ്ങിന്റെ കറക്റ്റ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ഡ്രിൽ ബിറ്റ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആൾ പറഞ്ഞ പോലെ ആ പോയിന്റ് കൃത്യമായിട്ട് ഈ കുഴിയുടെ അകത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഡ്രിൽ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഈ ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് കൂടി ഇറക്കി വെച്ചിട്ട് വേണം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തു. നിങ്ങൾ എവിടെയോ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡ്രില്ലിങ് തുടങ്ങുന്ന ഈ എഡ്ജിന്ന. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സൈസിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ആവും ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രില്ല് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദ സ്പിൻഡിൽ റണ്ണിങ് ഔട്ട് ഓഫ് സെന്റർ, ഡ്രിൽ പോയിന്റ് നോട്ട് ബീങ് ഇൻ സെന്റർ. ഡ്രിൽ ചെയ്യുന്ന പോയിന്റ്
അപ്പോ ഡ്രിൽ ചെയ്യുന്ന പോയിന്റ് കൃത്യമായി സെന്റർ അല്ല എന്നുണ്ടെങ്കിലും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഓവർ സൈസ്ഡ് ഹോൾ ഉണ്ടാവാനുള്ള കാരണമാണ്. കട്ടിംഗ് എഡ്ജിന്റെ നീളമോ കട്ടിംഗ് എഡ്ജിന്റെ ആംഗിളോ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിലും, കട്ടിംഗ് എഡ്ജിന് കൂടുതലായിട്ടുള്ള തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, അതേപോലെ സ്പിൻഡിൽ സെന്റർ അല്ലാതെ റൺ ചെയ്യുന്നുണ്ടെങ്കിലും, അതേപോലെ ഡ്രിൽ ചെയ്യുന്ന പോയിന്റ് കൃത്യമായിട്ടുള്ള സെന്ററിലല്ല മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഹോള് നിർമ്മിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ. ഓക്കെ, തുടരുന്നു. അപ്പോ ഇനി അടുത്ത ഒരു തകരാറ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഈ ഡ്രിൽ ബിറ്റ് കണ്ടോ, ഡ്രിൽ ബിറ്റ് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് അല്ലെ, ചൂടായിട്ട് തണുത്തിട്ടുള്ള ഒരു ചിത്രം അല്ലാതെ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ, സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പോ ഡ്രിൽ ബിറ്റ് പല സാഹചര്യത്തിലും ഇതേപോലെ അമിതമായിട്ട് ചൂടാവും. എങ്ങനെയൊക്കെ ചൂടാവാൻ സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞേ? എങ്ങനെയൊക്കെ ഡ്രിൽ ബിറ്റ് അമിതമായിട്ട് ചൂടാവാം ഒന്ന് പറഞ്ഞേ. നിങ്ങളൊക്കെ എല്ലാവരും പ്രോപ്പറായിട്ട് കൂളന്റ് കൊടുത്തില്ലെങ്കിൽ, കൂളന്റ് കൊടുത്തിട്ടില്ല, പിന്നെ കട്ടിംഗ് എഡ്ജ് പ്രോപ്പർ അല്ലെങ്കിൽ, പിന്നെ ചിപ്പ് കറക്റ്റ് ആയിട്ട് റിമൂവ് ആവണ്ടേ, ഓവർ സ്പീഡ് അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ കൈ താഴത്തേക്ക് താഴ്ത്തുകയാണെങ്കിൽ അല്ലെ, യെസ്, കട്ടിംഗ് സ്പീഡും ഫീഡും കൂടുതലാണെങ്കിൽ, ആംഗിൾ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ, ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞൊരു ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആംഗിൾ ആണ് ക്ലിയറൻസ് ആംഗിൾ. ക്ലിയറൻസ് ആംഗിൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആവും. അതേപോലെ പോയിന്റ് ആംഗിൾ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അമിതമായിട്ട് അത് കടന്നു വരികയും അതുവഴി ഡ്രിൽ ഓവർ ഹീറ്റ് ആവാനും സാധ്യതയുണ്ട്. കൂളിംഗ് ഈസ് ഇൻഎഫക്റ്റീവ്. കൂളിംഗ് നമുക്ക് കൂളന്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ഡ്രിൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ കൂളന്റ് കൊടുക്കുന്ന സമയത്ത് കൂളിംഗ് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രിൽ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഡ്രിൽ ഈസ് നോട്ട് ഷാർപ്പ്. അതായത് നമുക്ക് എപ്പോഴും ഡ്രിൽ ബിറ്റ് നല്ല മൂർച്ചയുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കണം എന്നാ പറയാം. മൂർച്ചയില്ലാത്ത ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അമിതമായിട്ട് താഴത്തേക്ക് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ വരികയും സ്വാഭാവികമായിട്ടും ഡ്രിൽ ബിറ്റ് അമിതമായിട്ട് ഹീറ്റ് ആവാനും സാധ്യത. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അഥവാ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ നിർത്തി പറയുന്നത് മാത്രം. ഇനി റഫ് ഹോള്, ഈ ഹോള് നോക്കി വളരെ കൃത്യമാണ്. ഈ ഹോളിന്റെ ചുമര് നോക്കി, ഇങ്ങനെ റഫായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇതൊന്നല്ല കൊടുത്തിട്ടുള്ളത്. എന്താ കാരണം എന്താ? ഫീഡ് റേറ്റ്. നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് വളരെ വേഗത്തിൽ താഴ്ത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ ഹോൾ അതേപോലെയാണ് നിർമ്മിക്കപ്പെടുക. അത് ഭയങ്കര റഫായിട്ടുള്ള ഹോളായിട്ടാണ് നിർമ്മിക്കപ്പെടുക. അതേപോലെ ഡ്രില്ലിന്റെ കട്ടിംഗ് എഡ്ജ് വളരെ മൂർച്ച കുറവാണ്, ആർ നോട്ട് ഷാർപ്പ്. കട്ടിംഗ് എഡ്ജ് വളരെ മൂർച്ച കുറവാണെങ്കിലും ഇതേപോലെ റഫായിട്ടുള്ള ഹോളാണ് നിർമ്മിക്കപ്പെടുക. കൂളിംഗ് ഇൻഎഫക്റ്റീവ് ആണെങ്കിലും അവിടെയും നമ്മുടെ ഇതേപോലുള്ള റഫ് ഹോളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ റഫ് ഹോള് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചും പഠിച്ചു വെക്കുക. അൺഈക്വൽ ഫ്ലോ ഓഫ് ചിപ്പ്, അതായത് അൺഈക്വൽ ഫ്ലോ ഓഫ് ചിപ്പ് ഈസ് കോസ്ഡ് ഇഫ് ദ കട്ടിംഗ് എഡ്ജ് ആർ നോട്ട് ഈക്വൽ ആൻഡ് ദ പോയിന്റ് ആംഗിൾ ഈസ് നോട്ട് ഇൻ ദ സെന്റർ ഓഫ് ഡ്രിൽ. വളരെ കൃത്യമാണ്. നമ്മൾ ഈ ഒരു കട്ടിംഗ് എഡ്ജിൽ നേരത്തെ നമ്മൾ കണ്ടു, കട്ടിംഗ് എഡ്ജ് ഒരേ ലെങ്ത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിംഗ് എഡ്ജ് ഒരേ ലെങ്ത്തും അതേപോലെ ഒരേ ആംഗിളിലൊന്നും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. ഓവർ സൈസ്ഡ് ഹോൾ ഉണ്ടാവും. അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിപ്പ് കൃത്യമായിട്ട് പുറത്തേക്ക് വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ പോയിന്റ് ആംഗിൾ ഇങ്ങനെ കൃത്യമായിട്ട് സെന്റർ അല്ല, ഒരു സൈഡ് ഇങ്ങനെ കൂടുതലും ഒരു സൈഡ് കുറവാണെങ്കിൽ ആംഗിൾ കൃത്യമായിട്ടുള്ള സെന്ററിലല്ല വരിക. അങ്ങനെ വന്നാലും ഒരു സൈഡിൽ ചിപ്പ് ഇങ്ങനെ കെട്ടിക്കടന്ന് പുറത്തേക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോയിന്റ് ആംഗിൾ സെന്ററിലല്ല എന്നുണ്ടെങ്കിലും കട്ടിംഗ് എഡ്ജും അതേപോലെ എന്താ പറയുക, കട്ടിംഗ് എഡ്ജ് ഒരേ ലെങ്ത്തിലും ഒരേ ആംഗിളിലും ഒന്നും അല്ല എന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അൺഈക്വൽ ഫ്ലോ ഓഫ് ചിപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ. എന്താ? ബ്രോക്കൺ ഡ്രിൽ അഥവാ സ്പ്ലിറ്റ് വെബ് എന്ന് പറയും. ഡ്രിൽ ബിറ്റ് പൊട്ടിപ്പോവാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡ്രിൽ ബിറ്റ് പൊട്ടിപ്പോവാ, ബ്രോക്കൺ ഡ്രിൽ അഥവാ സ്പ്ലിറ്റ് വെബ് എന്ന് പറയുന്ന കംപ്ലൈന്റ്. കട്ടിംഗ് സ്പീഡ് വളരെ കൂടുതൽ, ഫീഡ് വളരെ കൂടുതൽ. രണ്ടും സംഭവിച്ച ആദ്യം നിങ്ങൾക്കൊരു എന്ത് തരും? ഡ്രിൽ ബിറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടാവുന്നത് കാണിക്കും. പിന്നെയും നിങ്ങൾ നിർത്തുന്നില്ല, പിന്നെയും ഫീഡ് കൊടുത്തോണ്ടേ വീണ്ടും അമിതമായിട്ടുള്ള പ്രഷറിൽ ഡ്രിൽ ബിറ്റ് താഴത്തേക്ക് അമർത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഡ്രിൽ ബിറ്റ് അങ്ങോട്ട് പൊട്ടിപ്പോകും. അപ്പോൾ കട്ടിംഗ് സ്പീഡ് കൂടുതലും ഫീഡ് കൂടുതലും ഒക്കെ ആണെങ്കിൽ ആദ്യം ഡ്രിൽ ഓവർ ഹീറ്റ് ആവും, പിന്നീട് ഡ്രില്ല് പൊട്ടിപ്പോകും. അതേപോലെ വർക്ക് ഈസ് നോട്ട് ഹെൽഡ് റിജിഡ്ലി. എന്താ അർത്ഥം? എന്താ സംഭവിക്കുന്ന ആ സമയത്ത്? നിങ്ങളൊക്കെ ഡ്രിൽ ചെയ്തതല്ലേ, എന്താ സംഭവിക്കുന്ന ആ സമയത്ത്? എന്താ സംഭവിക്കുന്നത്? തെന്നിപ്പോകുമ്പോ വർക്ക് പ്രോപ്പറായിട്ട് ടൈറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ വർക്ക് തെന്നിപ്പോകുമ്പോ ഡ്രില്ല് പൊട്ടിപ്പോകും. യെസ്, അതേപോലെ ഡ്രില്ല് കൃത്യമായി ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഡ്രില്ല് ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഫീഡ് സ്വാഭാവികമായിട്ടും കൂടുതൽ കൊടുക്കേണ്ടി വരും, സ്വാഭാവികമായിട്ടും ഡ്രില്ല് പൊട്ടിപ്പോകും.
പോയിന്റ് ആംഗിൾ ഇൻകറക്റ്റ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കട്ടിങ് നടക്കില്ല, അപ്പോൾ നമ്മൾ ഫീഡ് കൂടുതൽ കൊടുക്കും, ഡ്രിൽ ബിറ്റ് പൊട്ടിപ്പോകും. കൂളിംഗ് കൃത്യമല്ലാന്നുണ്ടെങ്കിൽ ഡ്രിൽ ബിറ്റ് അമിതമായി ചൂടാവും, പൊട്ടിപ്പോകും. അതേപോലെ ഫ്ലൂട്ട്സ് ആർ ക്ലോഗ്ഡ് വിത്ത് ചിപ്പ്, നേരത്തെ പറഞ്ഞു ചിപ്പ് പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോവാതെ ചിപ്പ് നമ്മളുടെ ആ ഒരു ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഗ്രൂവ് ഇല്ലേ അതിനകത്ത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതുമൂലവും ഡ്രിൽ കൃത്യമായിട്ട് റൊട്ടേഷൻ നടക്കാതെ ഡ്രിൽ ബിറ്റ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറയാ, സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് ഒന്നുകൂടി വായിക്കുക. സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് ഒന്നുകൂടി വായിക്കുക. ഈ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സൗണ്ട് കിട്ടുക. ഓക്കെ, അപ്പോ ഈ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഡീറ്റെയിൽ ആയിട്ട് അത്ര ഭയങ്കരമായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും സിലബസിൽ പറയുന്നു, അതുകൊണ്ട് പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന കൂളന്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതും ആകെ ഒരു വട്ടം എന്തോ കാസ്റ്റേന്റെ എന്താണോ ചോദിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാലും വലിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിൽ പോലും സിലബസിൽ പറയുന്നത് കൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കുക. കൂളന്റ്, ഡ്രില്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കൂളന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഹൈ കാർബൺ സ്റ്റീൽ ആണ് കട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ലാഡ് ഓയിൽ അഥവാ സോല്യൂബിൾ ഓയിൽ എന്ന് പറയും. നമ്മുടെ ഒരു എന്താ പറയുക, സാധാരണ നമ്മുടെ സാധാരണ ഓയിൽ പോലെ തന്നെ ഉണ്ടാവും, നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ചെറിയൊരു വെള്ള കളർ പോലെയൊക്കെ ഉണ്ടാവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള ഒരു ഓയിലാണ് ഈ ലാഡ് ഓയിൽ അഥവാ സോല്യൂബിൾ ഓയിൽ. സത്യത്തിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂളന്റ് ഉപയോഗിക്കാറുണ്ട്. ആരും ഈ എന്താ പറയുക ലാഡ് ഓയിലോ സോല്യൂബിൾ ഓയിലോ ഒന്നും ഇല്ല. എല്ലാവരും എന്താ ചെയ്യുക, വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്യുക. പക്ഷെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെഷീന്റെ നിങ്ങളെ വർക്ക് പീസ് തുരുമ്പ് പിടിക്കുന്നത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ നമ്മളുടെ മെഷീനും അതേപോലെ ഡ്രിൽ ബിറ്റും ബാക്കി അതിന്റെ താഴെയുള്ള വൈസ് നട്ട് ബോൾട്ട് ആ ഭാഗങ്ങളിലൊക്കെ എന്ത് വരാൻ സാധ്യതയുണ്ട്, തുരുമ്പ് പിടിക്കാൻ സാധ്യത. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയാ. വെള്ളം പ്യുവർ ആയിട്ടുള്ള വെള്ളം വാട്ടർ ആയിട്ട് എന്നും ഉപയോഗിക്കാറില്ല, കൂളന്റ് ഉപയോഗിക്കാറില്ല. ഇതേപോലെയുള്ള നമ്മളുടെ ഈ ഓയിലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൂളന്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ ആണ് നിങ്ങൾക്ക് ഡ്രിൽ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ലാഡ് ഓയിൽ അഥവാ സോല്യൂബിൾ ഓയിൽ ആണ് ഉപയോഗിക്കുക. മൈൽഡ് സ്റ്റീലും റോട്ടയണും ആണെങ്കിലും ലാഡ് ഓയിൽ സോല്യൂബിൾ ഓയിലും ഒക്കെയാണ് ഉപയോഗിക്കുക. ഇനി കാസ്റ്റേണും ബ്രാസും ബ്രോൺസും ഒക്കെ ആണെങ്കിൽ അത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഡ്രിൽ ചെയ്യാന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ എല്ലാവർക്കും അറിയുന്നത്, എത്രയോ വട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ കാരണം? അത് പൊടിയായിട്ടാണ്, ചിപ്പ് പൊടി പോലെ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് വേറെന്തെങ്കിലും ഒന്നുകൂടി ഉണ്ടല്ലോ. ഈ കാസ്റ്റേണിന്റെ ഒരു പ്രത്യേകത എന്താ? ഈ ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്താ? ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന സാധനം സെൽഫ് ലൂബ്രിക്കന്റ് ആണെന്ന് പറയും. കാരണം എന്താ അറിയോ, ഈ നിങ്ങള് എപ്പോഴെങ്കിലും നമ്മൾ ഈ പെൻസിലിന്റെ മൊനയൊക്കെ ഇല്ലേ, പെൻസിലിന്റെ മൊന എടുത്തിട്ട് ഇങ്ങനെ കൈന്റെ മുകളിൽ വെറുതെ വരയ്ക്കുക, അതിലിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ലൂബ്രിക്കേറ്റിംഗ് എഫക്ട് അതിനുണ്ടായിരിക്കും. ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഈ കാസ്റ്റേണിൽ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കാർബൺ കണ്ടന്റ് ഗ്രാഫൈറ്റിന്റെ ഫോമിലാണ് കാസ്റ്റേണിൽ ഉള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രിൽ ബിറ്റ് നമ്മൾ ഉപയോഗിച്ചാലും അവിടെ ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് എഫക്ട്, കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് എഫക്ട് എവിടെയുണ്ട്, ഈ കാസ്റ്റേൺ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ട്. അതുകൊണ്ട് കാസ്റ്റേൺ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കേണ്ട, കൂളന്റ് കൊടുക്കേണ്ടതാണ് പറയുന്നത്. അതേപോലെ ബ്രാസിനും ബ്രോൺസിനും ഒക്കെ എന്തുണ്ട്, ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ആ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് കാസ്റ്റേനും ബ്രോൺസും എന്ത് കൊടുക്കേണ്ട, കൂളന്റ് കൊടുക്കേണ്ടതാണ് പറയുന്നത്. അടുത്തത് കെറോസിൻ ഓയിൽ എന്ന് പറയും. അലുമിനിയവും കോപ്പറും ഒക്കെ ഡ്രിൽ ചെയ്യാൻ വേണ്ടി കത്തിലേയും ചോദിക്കേണ്ട, അങ്ങനെ സ്പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായ കത്ത്, പക്ഷെ കെറോസിൻ ഓയിലാണ് ഉപയോഗിക്കേണ്ടതായിട്ട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ ഉള്ളത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ.